ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തും ഇ.ടി. മുഹമ്മദ് ബഷീർ പൊന്നാനിയിലും മത്സരിക്കാൻ മുസ്ലിം ലീഗ് ഉന്നതാധികാര യോഗത്തിൽ ധാരണ. കുഞ്ഞാലിക്കുട്ടി പൊന്നാനിയിലേക്ക് മാറണമെന്ന് പാർട്ടിയിൽ ആവശ്യമുയർന്നുവെങ്കിലും മലപ്പുറത്തല്ലെങ്കിൽ മത്സരത്തിനില്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി നിലപാടെടുത്തതോടെയാണ് മണ്ഡലം വെച്ചുമാറേണ്ടെന്ന് തീരുമാനമായത്. 2009 പൊന്നാനിയിൽ ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം 82,684 വോട്ടായിരുന്നു. 2014 അത് 25,000 കുറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കുവെച്ച് മണ്ഡലം കൈവിട്ടുപോകുമോ എന്ന ആശങ്ക ലീഗിനുണ്ട്. ഇതു മറികടക്കാൻ കുഞ്ഞാലിക്കുട്ടി പൊന്നാനിയിൽ മത്സരിക്കണമെന്നാണ് ലീഗിൽ ആവശ്യമുയർന്നത്. പാണക്കാട് തങ്ങൾ പാർട്ടി എംഎൽഎമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഭൂരിപക്ഷം പേരും ഈ ആവശ്യമുന്നയിച്ചു. ഇന്നലെ പാണക്കാട് നടന്ന ഉന്നതാധികാര സമിതി യോഗത്തിലും മണ്ഡലമാറ്റമെന്ന ആവശ്യമുയർന്നു. ഇതോടെ മലപ്പുറമല്ലെങ്കിൽ താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി നിലപാടെടുത്തു. പൊന്നാനിയിൽ മത്സരിച്ചാൽ അവിടെ മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുമെന്നും മറ്റു മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്താനാവില്ലെന്നുമുള്ള വാദവും ഉന്നയിച്ചു. ഇതോടെ പൊന്നാനിയിൽ ഇ.ടി. തന്നെ മത്സരിക്കട്ടെ എന്ന് ഉന്നതാധികാര സമിതി നിലപാടെടുത്തു. 9 കോഴിക്കോട് നടക്കുന്ന പാർട്ടി പ്രവർത്തക സമിതി യോഗത്തിനു ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. എത്ര സീറ്റിൽ മത്സരിക്കുന്നത്, അതുപോലെ തന്നെ അതിന് മറ്റെന്തെങ്കിലും വിശദാംശമുണ്ടോ, എല്ലാ വിഷയങ്ങളും ഞങ്ങൾ UDF ഉണ്ടായ ചർച്ച ചെയ്തു. അത് വർക്കിംഗ് കമ്മിറ്റി ആലോചിച്ചു. അതിന് മുമ്പ് വേണമെങ്കിൽ UDF ഇനി സംസാരം വേണമെങ്കിൽ ഇനി നടത്തും. സുരക്ഷിത മണ്ഡലമായ മലപ്പുറത്തുനിന്ന് വെല്ലുവിളി നിറഞ്ഞ പൊന്നാനിയിലേക്ക് മാറണമെന്ന് പാർട്ടിക്കുള്ളിൽ ആവശ്യമുയർന്നത് കുഞ്ഞാലിക്കുട്ടിയെ അസ്വസ്ഥനാക്കിയിരുന്നു. പൊന്നാനിയിൽ വിജയിക്കാനാകുമെങ്കിലും മലപ്പുറത്ത് ലഭിക്കുന്ന വലിയ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നതും പ്രതിസന്ധിയുണ്ടാക്കും. ഇതാണ് ഉന്നതാധികാര സമിതി യോഗത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കാൻ കുഞ്ഞാലിക്കുട്ടിയെ പ്രേരിപ്പിച്ചത്. 3ാം സീറ്റ് ലഭിക്കില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കെ ലീഗ് ആവശ്യത്തിൽ നിന്ന് പിന്നോക്കം പോയിരിക്കുകയാണ്. ഇക്കാര്യത്തിലുള്ള പാർട്ടി നിലപാടും 9 പ്രഖ്യാപിക്കും. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്.